ജിസേലിന്റെ കള്ളത്തരം കൈയോടെ പൊക്കിയിരിക്കുകയാണ് ബിഗ് ബോസ്. അപ്രതീക്ഷിതമായ സംഭവങ്ങളാണ് ഇപ്പോൾ ബിഗ് ബോസ് ഹൗസിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിരാവിലെ തന്നെ ബിഗ് ബോസ് ഉണർത്തിയത് ജിസേലിന്റെ ഒരു കള്ളത്തരം കൈയോടെ പൊക്കിയതോടെയാണ്. ഒന്നാമത് പുള്ളിക്കാരൻ കോഫി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കാന്തവും ഇരുമ്പും പോലാണ്. കാരണം എപ്പോഴും ഒരുമിച്ച് തന്നെ ഉണ്ടാവും. അത് മറ്റാർക്കും കൊടുക്കത്തുമില്ല. പുള്ളിക്കാരി കൃത്യമായിട്ട് ആവശ്യങ്ങൾക്കെടുത്ത് ഉപയോഗിക്കുകയും ചെയ്യും. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഒട്ടും എനർജി ഇല്ലാതെ വെറുതെ ഒന്നും ചെയ്യാതെ വാഴത്തണ്ട് പോലെ കിടക്കേണ്ടി വരുമെന്നാണ് പുള്ളിക്കാരി തന്നെ പറയുന്നത്. അതുകൊണ്ട് തന്നെ കിച്ചൺ ടീമിൽ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും രാത്രി ആരും കാണാതെ ക്യാമറയൊന്നും ഇല്ലാത്തൊരു മൂലയ്ക്ക് കൊണ്ടുപോയി ഒളിപ്പിച്ചു വെക്കും. എന്നിട്ട് എപ്പോഴാണ് പുള്ളിക്കാരിക്ക് ആവശ്യം തോന്നുന്നത് അത് കൃത്യമായിട്ട് എടുക്കാനും അന്യായ കഴിവ് തന്നെയാണ് ഉള്ളത്. ഇത് തുടങ്ങിവിട്ടത് വീണ്ടും അനു തന്നെയാണ്. അത് ശരത്തേറ്റ് പിടിക്കുകയും പിന്നീട് വല്ലാത്ത രീതിയിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. സരികയാണെങ്കിൽ അതിനിടെ കയറി ഒരു ഡയലോഗ് പറയുന്നുണ്ട്, ഇപ്പത് ചായക്കും കോഫിക്കും വേണ്ടി അടി തുടങ്ങി എന്ന്. അതെല്ലാ തവണയും ഇവിടെ മാറി മാറി വരുന്ന ഒരു ആചാരം മാത്രമാണ്. ഇത് കണ്ടുകൊണ്ടിരുന്ന ഷാനവാസ് ആണെങ്കിൽ ചാടിക്കഴിഞ്ഞിട്ട് ഡയലോഗ് അടിക്കുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഉള്ളിയും മുളകെല്ലാം തന്നെ ക്യാമറയൊന്നും കാണത്തില്ലാത്ത സ്ഥലത്താണല്ലോ ഇരിക്കുന്നതെന്ന്. എന്നാലും അതൊരിക്കലും മറ്റുള്ളവർക്ക് കൊടുക്കാതിരിക്കാൻ പാടില്ല എന്ന രീതിയിലൊന്നും ആരോട് ഒളിപ്പിച്ചു വെക്കുന്നൊന്നുമില്ല. അതൊന്നെങ്കിൽ ഫ്രിഡ്ജിനകത്ത് കാണും, അതല്ലെങ്കിൽ അതിൻ്റെതായ സ്ഥലത്ത് വെച്ചിട്ടുണ്ടാവും. പിന്നീട് ശരത്ത് ഒരു തവണ കൂടെ ആവർത്തിക്കുന്നുണ്ട്, ഈ പരിപാടി കൊണ്ടാണ് ഇവിടെ നിൽക്കുന്നതെങ്കിൽ ഇപ്പൊ സംസാരിച്ച പോലെ അല്ല ഇനി സംസാരിക്കുന്നതെന്ന്. അതുകൂടെ കഴിഞ്ഞ സമയത്ത് അനീഷ് പറഞ്ഞൊരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇത്രയധികം ലക്ഷറീസ് ആയിട്ട് ജീവിക്കണമെന്നുണ്ടെങ്കിൽ സ്വന്തം വീട്ടിൽ പോയി താമസിച്ചൂടെ എന്ന്. അവിടെ എല്ലാ സാധനം ഉണ്ടെന്ന്. അത് ശരിക്കും പറഞ്ഞ സത്യമാണ്. ബിഗ് ബോസ് ഇങ്ങനെ പരിപാടി കൊണ്ടുവരുന്നതിന് ഈ ഒരു ടാസ്ക് കൃത്യയോടെ തന്നെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതല്ലാതെ പട്ടത്തില്ലാത്തവർക്കെല്ലാം തന്നെ എത്രയും പെട്ടെന്ന് വീട്ടിലേക്ക് പോകാം. ഓൾറെഡി ജിസേലിന്റെ സാധനങ്ങളെല്ലാം തന്നെ അവിടെ എത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ആ പേടിയും പുള്ളിക്കാരിക്കൊന്നും വേണ്ട. പിന്നെ ആരിനെ തന്നെ പിന്തുണച്ചിട്ടുണ്ട്, അവൻ പറഞ്ഞത് ശരിയാണെന്ന്. രണ്ടാമത്തെ മൂന്നാമത്തെ തവണയൊന്നുമല്ല, എപ്പോഴും ജിസേലിന്റെ ഒരു സ്വഭാവം ഇത് തന്നെയാണ്. ആ ഒരു ഡയലോഗ് വന്ന സമയത്ത് ഷാനവാസ് കൃത്യമായിട്ട് പ്ലേറ്റ് തിരിച്ചിട്ട് പറയുവാണ്, ഇവളുടെ എപ്പോഴത്തെ പരിപാടിയും ഇത് തന്നെയാണെന്ന്, ഒരു മാറ്റവുമില്ല, ഇനിയെങ്കിലും ഒന്ന് നിർത്തിക്കൂടെ എന്ന്. ശരത്തൊക്കെ അവിടെ നിന്ന് കത്തുന്ന സമയത്താണെങ്കിൽ അക്ബറൊന്നും അറിയാത്ത പോലെ ഇരുന്ന് ചായം കുടിച്ചുകൊണ്ടിരിക്കുവാണ്. ഇത്രയധികം കോഫി ലവേഴ്സ് ഇതിനകത്തുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും തന്നെ ഇപ്പോഴാണ് മനസ്സിലാവുന്നത്. അതുമല്ലെങ്കിൽ എല്ലാവരും കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വെറുതെ ഇരുന്ന് സമയം കളയാതെ ഇതൊക്കെ കഴിച്ചു തീർക്കുന്ന ലെവലിലേക്കും കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇവിടെ ആദ്യം എന്ന് പറയുന്നത് തന്നെ ഒന്നും വേണ്ടാതെ ഇവർ രണ്ടുപേരും പറഞ്ഞ് കേൾക്കുന്നുണ്ട്. ശരത്തിന്റെ ഒരു താക്കീത് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി നാളെ തന്നെ ഇതിന്റെ പേരിൽ ബാക്കിയുള്ളതും കൂടെ ചേർന്ന് തുടങ്ങിക്കോണമെന്നാണ്. ഈ അഭിശ്രീ എന്താണെങ്കിലും ഓരോ സംഭവങ്ങളെല്ലാം തന്നെ പുള്ളിക്കാരന്റെ മനസ്സിൽ എഴുതി വെച്ചിട്ടുണ്ട്. അത് കറക്റ്റ് സമയമാകുമ്പോൾ പൊട്ടിക്കാൻ വേണ്ടി മാത്രമാണ് പുള്ളിക്കാരൻ നിൽക്കുന്നത്. കിച്ചണിൽ ഇരുന്ന് തന്നെ ഇത്രയധികം പ്രശ്നം ഉണ്ടാകുമ്പോഴും ശൈത്യമൊന്നും അറിയാതെ പാത്രം കഴുകിക്കൊണ്ട് അവിടെ ഇരിക്കുവാണ്. അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ കുറെ എണ്ണം പറയും ഇത് വെറും വീക്കായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് എന്ന്. ഒന്നുമില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെന്ന് പറഞ്ഞാൽ മാത്രമേ അതിന്റെ പേരിലൊരു പരിപാടി ഇനി അങ്ങോട്ട് ആവർത്തിക്കാതിരിക്കത്തുള്ളൂ. കൂടാതെ മറ്റുള്ളവരുടെ നിന്നും സപ്പോർട്ടും കിട്ടാനുള്ള ഏറ്റവും മികച്ച വഴി ഇത് തന്നെയാണ്. ഇത് പറഞ്ഞിട്ട് എല്ലാവരും അവനവന്റെ പരിപാടി നോക്കി പയ്യെ മുമ്പോട്ട് പോകുന്നുണ്ട്. ജിസേലിനുള്ള കൊടുത്തിട്ടുമുണ്ട്.